അല്ലാതെ റൈഡ് തുടങ്ങാൻ പോണേന്ന് പറഞ്ഞേ. ഹലോ ഗായ്സ്, നമ്മളപ്പോ സിൽവർ സ്റ്റോമിൽ വന്നിരിക്കുകയാണ്. ഇയാളെന്ത് കളിയാക്കണേ. നമ്മള് സിൽവർ സ്റ്റോമിൽ വന്നിരിക്കുകയാണ്. നമ്മള് ഇനി റൈഡ്സിലെല്ലാം കയറണം. ആദ്യം നമ്മള് കയറാൻ പോകുന്നത്, ആദ്യം നമ്മള് സ്നോ സ്റ്റോമിൽ കയറി, അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ മാറ്റി വന്നത്. എന്നിട്ട് ഇനി നമ്മള് കയറാൻ പോകുന്നത് പിന്നെ റൈഡ്സിലാണ്. വാട്ടർ റൈഡ്സ് എല്ലാം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട്. നമ്മൾ 4 പേരിൽ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഒറ്റ വയറെ കൂടിയാണ് സംഭവിക്കാൻ. നമ്മള് സ്കൈ ജെറ്റിലാണ്. എന്റെ പേടി മിസ്റ്റർ സീനില്ലേ? അയ്യോ ചാഞ്ചേട്ടാ, ഒരാളില്ലെങ്കിൽ തീർന്നു പരിപാടി. നിങ്ങള് ബാലൻസ് ചെയ്യാ. ശരിയാ നോക്കി ചാഞ്ചേട്ടാ. ശരി, വെള്ളത്തിൽ ഇറങ്ങി ഞാൻ പണി നടക്കത്തില്ല, പിന്നെ കയറ്റത്തില്ല, ഇറത്തടിക്കും. വെള്ളത്തിലൂടെ സാധനം മാജിക്കാണ് ഒറ്റയ്ക്ക് ഇരിക്കണ ഫ്രണ്ടിലേക്ക് നോക്കണമെങ്കിൽ ചരിഞ്ഞ് ഇപ്പത്തേക്ക് ചരിഞ്ഞാൽ സീനാലോചിക്ക്. നീ 4 ടയറല്ല, ഒറ്റ നടുക്ക് ടയർ മാത്രമേ. ഇയാൾ എന്തിനും പേടിപ്പിക്കുന്ന ഒറ്റ ടയറുള്ളതെന്ന് പറഞ്ഞാൽ സത്യമല്ലേ പറഞ്ഞത്? ഫ്രണ്ടിലേക്ക് നോക്കിയാ കാട്ടിക്കൂടിയാണ്. കാട് എന്റെ ഇവിടെ ഡേഞ്ചറാ. എനിക്കറിയാം. ഇച്ചിരി കൂടെ ഉള്ളു. ഫ്രണ്ടിലേക്ക് നോക്കി നോക്കൂ. നമ്മള് കുറച്ചും കൂടി പോയാൽ മതി, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് ചേരും. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും പറഞ്ഞാൽ പോയി, എല്ലാരും പോയി. ഈ പള്ളിയിൽ കൂടെയാണ് നമ്മ പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ പാലം അവിടെ പെൻഡ് കേട്ടോ. ഇല്ല 2 പേരും ഇല്ല. ടാറ്റാ. ഓടിച്ചില്ലേ സമയങ്ങളല്ലേ. ഓട്ടുവാ അടുത്തേക്ക് കേറിക്കോട്ടാ. ഞാനില്ല, ഇല്ല ഞാനില്ല. പൊയ്ക്കോ, വരുന്നില്ല. ഹലോ, കണ്ണടക്കല്ലേ, കണ്ണുറക്കടാ. വരുന്നുണ്ട് പൊയ്ക്കോ. ഇല്ല, ആളൊന്നുമില്ല. ഇതിന് സ്പീഡില്ലേ? ഇത്ര ഉള്ളോ? ആണല്ലേ. കണ്ണുറക്ക് അഖിലേ. പിടിച്ചിറക്കണോ? കണ്ണില്ലേ? എവിടെ മഞ്ഞില്ലേ? കണ്ണു പിന്നെ ഞാനല്ലടാ ആദ്യം കേറി.
ഒരാള് വന്നാൽ നല്ല ഇറക്കാനുള്ളൂ. വേഗം ഇറങ്ങിക്കോട്ടോ, വേഗം ഇറങ്ങിക്കോ. ഞാൻ പരമാവധി ഇവിടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പരമാവധി ക്ഷീണം പോലെ എങ്ങനെയുണ്ട്? ഈ വെള്ളം കുടിച്ച് തീർത്തോളാനാ പറഞ്ഞത്. എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട് റൈഡ്? എനിക്ക് അഖിലിന്റെ പോകാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ പോയത് കേബിൾ കാർ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടിച്ചിടിച്ചിടിച്ച് കുറേ നേരം നമുക്ക് കളിക്കാൻ പറ്റി. നല്ല രസമായിരുന്നു. ഡ്രൈവ് ചെയ്ത് എന്തോ വലിയ BMW കാർ ഓടിക്കുന്ന പോലെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് മുട്ടിന് ഇടിയായിരുന്നു. ഫുൾ ആക്സിഡൻ്റ് ആയിരുന്നു. പിന്നെ കുറേയൊക്കെ നന്നായിട്ട് ഓടിക്കാൻ പറ്റി. ഇവരെല്ലാം എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ടും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാം എൻ്റെ ചുറ്റും നടന്ന് എന്നെ ആക്രമിക്കുമായിരുന്നു. അങ്ങനെ അവസാനം എന്നെ ഇടിച്ചിടിച്ച് അവർ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും വഴിമാറിപ്പോയി. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കളിച്ച് അവിടെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ കാലന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാർ കുറവുള്ളപ്പോൾ നമുക്ക് കുറേ നേരം യൂസ് ചെയ്യാൻ പറ്റും. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അവർ വേഗം സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങൾക്ക് ഏതാണ്ടൊരു 15-20 മിനിറ്റോളം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു പിന്നെ ഈ കേബിൾ കാറിൽ. അപ്പോഴത്തേക്കിനും പിന്നെ 3-4 ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ നിർത്തി അടുത്ത റൈഡിലേക്ക് പോകാൻ. അതിനുശേഷം നമ്മൾ പോയത് സ്കേറി എന്തോ പ്രേതത്തിൻ്റെ ഗുഹ, അങ്ങനത്തെ ഇത് മറന്നുപോയി അതിൻ്റെ പേര്. പ്രേതമാണെന്നാണ് പറഞ്ഞ ഫുള്ള്. അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ ബാക്കി വീഴ്ച. ക്ലാസ്സിൽ ചെന്നിട്ടില്ലേ? ഇങ്ങോട്ട് പോണേ. നമുക്ക് ചെറുതായിട്ട് നമുക്ക്
ഒത്തിരി പേടിക്കാതെ ലൈറ്റ് ആയിട്ട് സാധാരണ, അതായത് ചെറുതായിട്ടുള്ളതേ ഉള്ളൂ. മിസ് ചെയ്തു ഷാൻചേട്ടൻ. അല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേടിക്കണ്ട, എന്നാൽ ഇത്തിരി പേടി, അതൊരു ഫൺ ആണ് സിൽവർ സ്റ്റോം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫണ്ണാണ്. പക്ഷെ അടുത്ത ഇനി കേറാനുള്ള എല്ലാവരും കേറോട്ടോ. എല്ലാരും കേറിയിരിക്കും. ഞാനേ മേൽനോട്ടം അടിപൊളിയാ സാധനം. തീരാ പൊങ്ങി തുടങ്ങി അറിയത്തില്ല. പൊളിയാ. ഞങ്ങളോട് നിക്കണത് എടുക്കട്ടെ ആരെങ്കിലും തന്നെ. സൂപ്പറാ. ഒന്നും കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൂക്കിക്കോളാം. ഒരാൾക്ക് കൂടി സീറ്റുണ്ട്, വേണ്ട. താനൊന്ന് കാറോടിക്കണം, ചരിഞ്ഞിരിക്കണം. നേരെ അതാ ട്രെയിനിലിങ്ങ പോനാ. നേരിരിക്കും. ഓക്കേണ്. എങ്ങനെയുണ്ട്? കാല് പളാണ്ടിറങ്ങണേ, വണ്ടി നിർത്തിട്ട്. അപ്പുറത്തെ ശരി. ഇതെന്താ വന്നില്ലേ? അയ്യോ, ചെല്ലി ചെല്ലി ചെല്ലി. വേറെ ഓപ്ഷൻ ഇല്ല. ഒറ്റയടിക്ക് തുറക്കും കേട്ടോ. നീ ഒന്നും ചെയ്യണ്ട, വെറുതെ നിന്നാ മതി കേട്ടോ. ചെയ്യണ്ട, ഒന്നുമില്ല. ഇവനായതുകൊണ്ട് ഒന്നുമില്ല. അവൻ പറഞ്ഞു കഴിയുമ്പോ തന്നെ ഇവൻ അവിടെ എത്തും. ഇതെത്തും. കണ്ടാ കേട്ടാ, ഇത് സൂപ്പർ. കൊച്ചി മേടിച്ച് തിരിച്ചിറങ്ങി. ഒന്ന് വന്നേ, ഞാൻ അവയ്ക്ക് കൂടുതലാണ്. ഇങ്ങോക്കെ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. Yeah! Woo!
ആ കുത്തനുള്ള സാധനം ഞാൻ പ്രതീക്ഷിച്ചില്ല. വാ. നീ പിടിക്കോ? കൊച്ചു ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തോണ്ടായി പോയില്ല. വല്ലാത്തോണ്ടായി പോയി. എപ്പടി ഇருக்கு? ടേണൊക്കെ എങ്ങനെയുണ്ട്? ടേൺ എങ്ങനെയുണ്ട്? ഷാൻചേട്ടാ അത് വലിയ സീൻ ഉണ്ടായില്ല. വാ, വെള്ളത്തിന്റെ അടിയിൽ ഒരു സംഭാഷണം, സൗഹൃദ സംഭാഷണം. വരൂ, ഒന്ന് മുങ്ങിക്കേ. ഓക്കെ റെഡിയായിട്ടില്ല. ഞാൻ മാത്രമേ മുങ്ങിയുള്ളൂ. മുങ്ങിക്കോ. റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൈസ് ക്യാമറയാണല്ലോ വെള്ളത്തിൽ ചാടിയത്, ഞാനല്ലല്ലോ. അത് ശരി, ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടോ? ആ വെള്ളത്തിലൊരു സൈഡിൽ വേപ്പുള്ളിൽ അടങ്ങിക്കിടന്ന് എന്നെ മുക്കിക്കൊല്ലാനായിട്ട് വന്നത്. ഇങ്ങനെ എന്നെ വീഗാലാൻഡിൽ പോയപ്പോഴും ഇതുപോലെ മുക്കിക്കൊല്ലാനായിട്ട് ശ്രമിച്ച്, മനഃപൂർവ്വം മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതാണ്. ഞാൻ പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. അയ്യോ എന്നെ കാരണം എനിക്ക് പേടിയാ. കാരണം ഇവരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാലല്ലേ കാലേ പിടിച്ച് മുക്കിക്കളയും വെള്ളത്തിൽ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരുത്തൻ്റെ കയറേ കിടന്നുള്ള പ്രഹസനം. അയ്യോ എന്തൊക്കെ പ്രഹസനകരാണിതോ പുള്ളിമാർ കാണിച്ചു കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഇത് കുറച്ച് ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഇവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു ആ വേപ്പുള്ളിൽ. അങ്ങനെ ഇപ്പം എന്നെ മാത്രം മുക്കിക്കൊല്ലാൻ നോക്കണ്ട, ഞാനും തന്നെ മുക്കിക്കൊല്ലാൻ നോക്കും.
അതന്നെ അങ്ങനെ തന്നെ വേണം. ഷാജേൻ അയ്യോ എന്നെ രക്ഷിക്കേ എന്നൊക്കെയാണെന്നുകൊണ്ട് പറയണേ. അപ്പുറത്തും റെയിൻ ഡാൻസിൽ പാട്ടിട്ടത് കാരണം നമുക്ക് മ്യൂട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഒരുപാട് നല്ല രസമായിരുന്നു. നമ്മൾ വേവ് പൂളിൽ ഒരുപാട് എൻജോയ് ചെയ്ത്, ഒരുപാട് എൻജോയ് ചെയ്ത്. പിന്നെ എവിടെയാണെങ്കിലും ഷാജേൻ്റെ മെയിൻ ശത്രു ഞാനാണല്ലോ. അതുകൊണ്ട് എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ട്രൈ ചെയ്യും. ഒരാളെ തിരുത്തി ഓടിച്ചു കഴിഞ്ഞപ്പോൾ കാണാം കൂട്ടത്തോടുള്ള ആക്രമണമായിരുന്നു. പിന്നെ ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാണ്. അത് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. വേവ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉള്ള വേഷം കണ്ടിട്ട് എന്തോ കാണിച്ചു കൊണ്ടിരുന്നു. അമ്മ ആർമാദിച്ച് തിമിർക്കണായിരുന്നു. നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ വേവ്സൊന്നും അല്ല ശരിക്കും വന്നത്. മറ്റേ സർഫ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ വേവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളിന്നിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത് റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ വെള്ളം ചീറ്റിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴും. പുറമൊക്കെ മസാജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രമാത്രം ഫോഴ്സിലാണ് വെള്ളം കിട്ടുന്നത്. ഓരോ 2 മണിക്കൂർ ഇടവിട്ടോ ഒരു മണിക്കൂർ ഇടവിട്ടാന്നുണ്ട് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്യും. അങ്ങനെ ആദ്യത്തെ വട്ടം വേവ് പൂളിൽ കളിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ വട്ടം അപ്പോഴത്തേക്കിനും മഴ പെയ്ത് അമ്മമാർക്ക് വേവ് പൂളിൽ കളിച്ച് മതിയാവാഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പോയി. അങ്ങനെ വീണ്ടും കുറേ നേരം അവിടെ കിടന്ന് എൻജോയ് ചെയ്ത് വാട്ടർ ഫോട്ടോഗ്രാഫി 1 2 3 ഒക്കെ പറഞ്ഞിട്ട് മുങ്ങണേ. എല്ലാവരും ഉണ്ടായിരുന്നല്ലേ. ചിരിക്കണം കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞങ്ങൾ ഇന്നത്തെ മനോഹരമായ ദിവസം സിൽവർ സ്റ്റോമിൽ അടിച്ച് പൊളിച്ച് വേവ് പൂളിൽ ഞങ്ങളുടെ ഈ ദിവസം അവസാനിപ്പിക്കുന്നു. ബാക്കി പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം നമുക്ക് വ്ളോഗുമായിട്ട്.